എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 11-14 ബ്രീഫ് സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് സ്കോപ്പർ ഗബാൻ എന്നാണ്. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്കോപ്പർ ഗബാനും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. ആ ഫൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്കോപ്പർ ഗബാനാണ്. സ്കോപ്പർ ഗബാൻ ആയിക്കോട്ടെ നമ്മുടെ ലൂഫിനെ ഒരുപാട് തവണ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൂഫി നമ്മുടെ ഗിയർ 5 ആക്ടിവേറ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ നമ്മുടെ സോറോയും ഫൈറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗബാൻ സറണ്ടർ ചെയ്ത് നമ്മുടെ കീ നമ്മുടെ ലൂഫിക്ക് കൊടുക്കും. അങ്ങനെ സറണ്ടർ ചെയ്യാൻ കാരണം നമ്മുടെ ലൂഫിനെ പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല. ഒന്ന് നമ്മുടെ നിക്കയുടെ ഫോം കണ്ടപ്പോൾ ഗബാൻ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ലൂഫി തന്നെയാണ് നിക്ക എന്ന്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഗബാൻ പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്ത് നമ്മുടെ ലൂഫിക്ക് കീ കൊടുത്തത്. പിന്നെ ഈ സ്പോയിലേഴ്സിലുള്ളത് നമ്മുടെ ഗംഗു പുതുതായിട്ടൊരു മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ 2 ഗോഡ്സ് നൈറ്റിനെ സമൺ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ മാജിക് സർക്കിളിൻ്റെ പേര് റിവീൽ ചെയ്യുന്നുണ്ട്. അബീസ് എന്നാണ് നമ്മുടെ ഈ മാജിക് സർക്കിളിൻ്റെ പേര്. അതിൽ നിന്ന് ആദ്യം വന്ന ആളുടെ പേര് സെയിൻറ്റ് സമ്മേഴ്സ്. അങ്ങനെയാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് തെറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്, വന്ന ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടർ നമ്മുടെ 5 എൽഡേഴ്സിൽ ഒരാളായ ജൂപ്പിറ്ററിലെ ആ പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ നിന്നാണ് ഈ ക്യാരക്ടർ കാണാൻ ഒരു വലിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ മുടിയുണ്ട്, നല്ലോണം ഒരു ബിയേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വന്ന ക്യാരക്ടറിൻ്റെ പേര് സെയിൻറ്റ് ഗില്ലിംഗ്ഹാം എന്നാണ്. ഈ ക്യാരക്ടറിന് നമ്മുടെ കിറിൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ഫ്രൂട്ടിൻ്റെ പവർ ഉണ്ട്. ക്യാരക്ടർ ഇവിടെ അപ്പിയർ ആകുന്നത് തൻ്റെ ഹ്യൂമൻ ഹൈബ്രിഡ് ഫോമിലാണ്. അപ്പോൾ ഷെമറോക്ക് ചോദിക്കൂ, ഇപ്പോൾ എന്തിനാ 2 പേരെ സമൺ ചെയ്തത്? ഞാൻ ഒരാളെ സമൺ ചെയ്യാനല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ പുതുതായിട്ട് വന്ന ഗോഡ്സ് നൈറ്റ് ഒരാളെ നമ്മുടെ ഷെമറോക്കിനോട് പറയൂ, നീ ഇപ്പോൾ തന്നെ നമ്മുടെ മറീഷോയിലേക്ക് തിരിച്ചു പോകണേ. അതിനുശേഷം നമ്മുടെ ഷെമറോക്ക് പറഞ്ഞതായിട്ട് കാണാം, ഞാൻ ഈ എൽബാഫിലൊരു ഗെയിം തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന്. പുള്ളിക്കാരെ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും നമ്മുടെ ഷെമറോക്ക് ഇവിടെ നിന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിടുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ഷെമറോക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അടുത്ത ആഴ്ച ഇനിയിപ്പം ബ്രേക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടത്. ബ്രേക്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ചാപ്റ്റർ ഇറങ്ങാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്പോയിലേഴ്സിലുള്ളതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞാനിതിൻ്റെ ഫുൾ ചാപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വേണോ വേണ്ടിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ചെറിയൊരു പ്രൊഡക്ഷൻ നടത്തുകയാണ്. അടുത്ത ചാപ്റ്ററിൽ വേണമെങ്കിൽ നമ്മുടെ ഊസോപ്പ് വേഴ്സസ് നമ്മുടെ ഗംഗു കാണാൻ കഴിയും. കാരണം നമ്മുടെ ഷെമറോക്ക് ഇപ്പോൾ എൽബാഫത്ത് നിന്ന് പോകുകയാണ്. അപ്പോൾ നമുക്ക് ഷെമറോക്ക് നമ്മുടെ ചിൽഡ്രൻസിനെ ക്യാപ്ചർ ചെയ്യാനാണ് അതിന് മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആയിക്കോട്ടെ നമ്മുടെ ഊസോപ്പ് ഉണ്ട്. ഊസോപ്പിൻ്റെ മുന്നിൽ നിന്ന് വെച്ച് നമ്മുടെ ചിൽഡ്രൻസിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഊസോപ്പ് വേണമെങ്കിൽ നമ്മുടെ ഗംഗുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപക്ഷെ ഈ ടൈമിൽ നമ്മുടെ ഊസോപ്പ് അവിടെ നിന്ന് വളരെ പരിതാപകരമായിട്ട് ഡിഫീറ്റ് ചെയ്യപ്പെടും. എന്നാൽ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഊസോപ്പിൻ്റെ ഒരു പാറപ്പ് കാണാൻ പറ്റിയേക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വൺ പീസ് ഇത്രത്തോളമായിട്ട് നമ്മുടെ ഊസാപ്പിൻ്റെ ഒരു രീതിക്കുള്ള പവറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു ആർക്കോട് കൂടി നമ്മുടെ ഊസാപ്പിൻ്റെ പവറപ്പും കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് പറയാം. നമുക്ക് ഊസാപ്പിന് ഒരു നല്ല പവറപ്പ് വേണോ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നത്, നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ ബൈ.